ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, തിരുവനന്തപുരമൊക്കെ വിട്ടു. എ ക്ലാസ് മണ്ഡലങ്ങൾ തിരുവനന്തപുരത്താണ് പണ്ട് നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്നത് BJP 10 സീറ്റ് പിടിക്കും, 12 സീറ്റ് പിടിക്കും എന്നുള്ളതൊക്കെയാണ്. അതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു. അദ്ദേഹം വരുന്നത് പാലക്കാടും തൃശ്ശൂരും ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഞാൻ MT രമേശിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് സ്മൃതി പരുത്തിക്കാടുമായിട്ട്. എന്ത് മെച്യൂർ ആയിട്ടാണ് പുള്ളി സംസാരിക്കുന്നതെന്ന് അറിയാമോ? പുള്ളി പറഞ്ഞത്, എനിക്ക് തൃശ്ശൂരിൽ മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ പാർട്ടിയാണ് വലുത്. അവിടെ പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ആഗ്രഹം അറിയിച്ചിരുന്നു. അവർ പറഞ്ഞു പത്മജ മത്സരിക്കട്ടെ. ഞാൻ നോക്കിയപ്പോ അവർ തോറ്റുപോയത് 800 വോട്ടിനാണ്. അവർക്ക് കരുണാകരന്റെ വോട്ടുണ്ട്, വ്യക്തിപരമായ കുറെ വോട്ടുകളുണ്ട്. അപ്പൊ പാർട്ടിയാണ് വലുത്, പാർട്ടിയാണ് നമുക്ക് നിലനിൽക്കേണ്ടത്. അപ്പൊ പത്മജ മത്സരിക്കുന്നതാണ് എനിക്കും സന്തോഷം എന്നാണ് MT രമേശ് പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോഴാണ് ആ സന്ദീപ് വാര്യരേക്ക് അടുത്ത് കിണറ്റിയിടാൻ തോന്നുന്നത്. പിന്നെ പാലക്കാടും സമാനമായിട്ടുള്ള രീതിയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ പ്രശാന്ത് ശിവൻ അവിടെ വലിയ പ്രക്ഷോഭം സൃഷ്ടിക്കുന്നു എന്നുള്ള വാർത്തകൾ. പ്രശാന്ത് ശിവനാണ് ശോഭാ സുരേന്ദ്രന്റെ കൂടെ ഊടുപാട് നിന്ന് ചർച്ചകളും അവിടെയുള്ള പ്രചാരണത്തിനും എല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു സാരഥി എന്ന പോലെ. അപ്പൊ നരേന്ദ്രമോദി ഈ രണ്ട് പ്രദേശങ്ങളിലുമാണ് എത്തുന്നത് എന്നുള്ള റിപ്പോർട്ട് വന്നു. എന്താണ് നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നത്? അല്ല, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുകൾ, അതിപ്പോ കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ ആയാലും തെരഞ്ഞെടുപ്പുകൾ പ്രധാനമന്ത്രി പോകുന്ന റാലിക്ക് ഒരു പ്രത്യേകത ഉണ്ടാകും. അതായത് BJP സീറ്റ് നേടാൻ പോകുന്ന ഇടങ്ങളിലായിരിക്കും ആ റാലികൾ വെക്കുന്നത്. കാരണം ഒരു റാലി മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട് PM-ന്റെ. അത് BJP-യുടെ അല്ലത്, അതൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്മിറ്റിയാണത്. അവരാണിത് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അവരിത് നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിട്ട് എവിടൊക്കെ വെക്കണമെന്ന് അവരാണ് BJP അല്ല പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അവര് പോയിട്ട് പറയും ഇന്ന ഇന്ന ഏരിയയിലാണ് നമുക്ക് സാധ്യത കൂടുതൽ, ഇന്ന ഇന്ന ഏരിയയിൽ വെക്കണം. പിന്നെ ഗ്രൗണ്ടിന്റെ അവൈലബിലിറ്റി നോക്കണം. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ആദ്യത്തെ റൗണ്ട്, 2 റൗണ്ടായിട്ടാണ് കേരളത്തിൽ നരേന്ദ്രമോദി വരുന്നത്. ഒന്ന് ഏപ്രിൽ 4 വരുന്നുണ്ട് തിരുവനന്തപുരത്തും കോട്ടയത്തും. ഇന്ന് വരുന്നത് തൃശ്ശൂരും പാലക്കാടുമാണ്. ഉച്ചയ്ക്ക് 2:30-ക്ക് പാലക്കാട് എത്തും. പാലക്കാട് BJP ലക്ഷ്യം വെക്കുന്ന 2 സീറ്റുകളാണ്. ഒന്ന് മലമ്പുഴയും മറ്റൊന്ന് പാലക്കാട്, ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്ന പാലക്കാടുമാണ്. ഈ 2 സീറ്റിലേക്ക് നിൽക്കുന്നു. അവിടേക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദി എത്തുന്നത്. അതായത് അദ്ദേഹം എത്തുന്നത് വിജയം BJP ഉറപ്പിച്ച മണ്ഡലങ്ങളിലാണ്. അപ്പൊ അവിടെ അദ്ദേഹം എത്തുന്നു. പിന്നീട് വരുന്നത്, ഇതുവരെ എനിക്ക് തോന്നുന്നത് കോട്ടയത്ത് ഇതുവരെ പ്രധാനമന്ത്രി വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഇലക്ഷൻ പ്രചരണമായിട്ട്. കോട്ടയത്ത് ആദ്യമായിട്ട് വരികയാണ്. ഷോണിന്റെ മണ്ഡലത്തിലാണ് വരുന്നത്. അപ്പൊ ഷോൺ എന്ന് പറയുമ്പോൾ അതിനടുത്ത് പൂഞ്ഞാറുണ്ട്, പിന്നെ കാഞ്ഞിരപ്പള്ളിയുണ്ട്, വൈക്കത്തുനിന്നും ചിലപ്പോൾ ആളുകൾ വന്നേക്കാം, പ്രവർത്തകർ വരും, സ്വാഭാവികമാണ്. അത്രയും സ്ഥലത്തു നിന്നൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നീട് അദ്ദേഹം പോകുന്നത് BJP-യുടെ ഉറച്ച കോട്ടയായ തിരുവനന്തപുരത്താണ്. അവിടെ ഒരു പൊതുസമ്മേളനം മാത്രമേ ഉള്ളൂ. കോട്ടയത്ത് ഇതേപോലെ റോഡ് ഷോ, തൃശ്ശൂരും റോഡ് ഷോ ആണ്. തൃശ്ശൂർ റോഡ് ഷോ നടത്തുമ്പോൾ ഞാൻ ആ റോഡ് ഷോ കാണാനിരിക്കുക. തൃശ്ശൂര് ശ്രീമതി പത്മജ വേണുഗോപാൽ പ്രധാനമന്ത്രിയുടെ ഒപ്പം നിന്ന് യാത്ര ചെയ്യുന്നത് കാണണം. എനിക്കത് കാണണമെന്നുണ്ട്. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ കയറി നിൽക്കുന്നതിന് 3 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. പണ്ട് ഇവര് കോൺഗ്രസിന്റെ ഇലക്ഷൻ മത്സരിച്ചപ്പോ പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ ജീപ്പിൽ പോയി തുറന്ന വണ്ടിയിൽ. അപ്പോ ഇവര് ചോദിച്ചു, ഞാൻ സ്ഥാനാർത്ഥിയില്ല, ഞാൻ കൂടെ കയറി വരട്ടെ എന്ന് ചോദിച്ചു. അവിടുത്തെ കോൺഗ്രസ് നേതാവ് പറഞ്ഞു 3 കോടി രൂപ തരണം പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ നിൽക്കാനെന്ന് പറഞ്ഞു. അപ്പൊ മോദിയുടെ കൂടെ നിൽക്കുന്നതിന് പത്മജയ്ക്ക് എത്ര കോടി കൊടുക്കേണ്ടി വരും എന്നൊന്ന് ആലോചിച്ച് നോക്കാനുള്ളതേ ഉള്ളൂ. കാരണം അത് ഞാൻ പറഞ്ഞില്ല, കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന ഒന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി കേവലം ഒരു MP മാത്രമാണ്, കോൺഗ്രസിന്റെ നേതാവ് മാത്രമാണ്. ഇത് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു വലിയ ലീഡർ. ആ ലീഡർ പത്മജ വേണുഗോപാലിനെ നിർത്തി 25 മിനിറ്റോളം നീളുന്ന ഒരു റോഡ് ഷോ നടത്തുന്നു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരുപക്ഷെ പത്മജയ്ക്കുണ്ടാകുന്ന സന്തോഷത്തിന് അതിരുകൾ ഉണ്ടാവില്ല. കാരണം പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ഞാനൊന്ന് വന്നോട്ടെ എന്ന് ചോദിക്കുകയും വരുന്നുണ്ട് കുഴപ്പമില്ല 3 കോടി രൂപ അതിന് റേറ്റ് ഫിക്സ് ചെയ്ത് പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമത്തിൽ നിന്ന് ലോകാരാധ്യനായ ഒരു നേതാവിനൊപ്പം യാത്ര ചെയ്യാൻ പറ്റുക, ഇലക്ഷൻ പ്രചരണത്തിന് പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു വലിയ അവാർഡ് കിട്ടിയതിന് തുല്യം തന്നെയാണ്. അതേപോലെ തന്നെ ആ ജില്ലയിലുള്ള എല്ലാ നേതാക്കന്മാരും, എനിക്ക് തോന്നുന്നു BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു ജില്ലയാണ് ഈ തൃശ്ശൂർ. തൃശ്ശൂരിൽ അവർക്ക് നാട്ടികയില്, അതുപോലെ തന്നെ ഈ പറയുന്ന മണലൂര്, ഒല്ലൂര്, ഒരുപാട് സ്ഥലങ്ങളിൽ, ഈ പുതുക്കാട്, അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂര്, അങ്ങനെ എല്ലായിടത്തും ഇവർക്ക് ഈവൻ ഗുരുവായൂർ പോലും വലിയ രീതിയിൽ വോട്ട് ഉയർത്തുന്ന തരത്തിലേക്ക് അവർക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭയന്നിട്ട് ഈ മതേതരന്മാരുണ്ടല്ലോ, ആദ്യമൊക്കെ ഗോപാലകൃഷ്ണനെ ഒന്ന് കളിയാക്കാൻ നോക്കി മതേതരന്മാര്. ഇപ്പൊ അത് കമാന്നൊരു അക്ഷരം മിണ്ടാത്തതിന്റെ കാര്യം അത് പറഞ്ഞ തിരിച്ചടി ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ശ്രീമതി പത്മജ വേണുഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തൃശ്ശൂര് എന്താണ് ഒരു ഹിന്ദുവിന് സീറ്റ് കൊടുത്താൽ കോൺഗ്രസിൽ അവരും അവിടെ ഉയർത്തിവിട്ടൊരു ആരോപണം അത്. കാരണം മേയർ ക്രിസ്ത്യൻസിൽ നിന്നാണ്,
ഇവിടെയുള്ള പല മണ്ഡലങ്ങളിലും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ്. തൃശ്ശൂർ സാധാരണ മേയർ ക്രിസ്ത്യൻ വരുമ്പോൾ തൃശ്ശൂരത്തെ സ്ഥാനാർത്ഥി സാധാരണ ഹിന്ദുക്കൾക്കാണ് കൊടുക്കുന്നത്. അത് കൊടുത്തിട്ടില്ല എന്നവർ പറയുന്നു. അതായത് മുൻകാലങ്ങളിൽ BJPക്കോ സംഘപരിവാറിനോ മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇന്നൊരു ബഹുഭൂരിപക്ഷം വരുന്ന ജനവും ഏറ്റെടുത്ത് പറയാൻ തുടങ്ങി. ഹിന്ദു എന്ന് ഉറച്ചു പറയാൻ തുടങ്ങി. ആ പറയാൻ തുടങ്ങിയിടത്താണ് മതേതരന്മാര് പാളിപ്പോകുന്ന കാഴ്ച കാണുന്നത്. കാരണം മുസ്ലിം ലീഗ് ആയാലും മറ്റുള്ളവർക്കായാലും ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതിനെ ഇത് പിടിക്കാൻ പറ്റില്ല. പത്മജ പറഞ്ഞ കാര്യത്തിന് ഡിഫെൻഡ് ചെയ്യാനായി കോൺഗ്രസ് പാർട്ടി മുന്നിട്ടിറങ്ങിയാൽ കോൺഗ്രസ് പാർട്ടി ആകപ്പാടെ നാറിപ്പോവും. കാരണം ഈ കോൺഗ്രസ് പാർട്ടി എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഈവൻ കോട്ടയം ഇടുക്കി വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര റോമൻ കത്തലിക്കിന് സീറ്റ് കൊടുത്തിട്ടുണ്ട്, എത്ര ലത്തീൻകാർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്, എത്ര യാക്കോബയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം കണക്ക് പുറത്തു വരും. എറണാകുളത്താണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് കുറച്ചുകൂടെ വലിയൊരു അഭ്യാസമാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ക്രിസ്ത്യൻ സീറ്റുകളുണ്ട്, ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള ആലുവ പോലുള്ള സീറ്റുണ്ട്. ആലുവയിലൊക്കെ ക്രിസ്ത്യൻ കാസ്റ്റാണ് കൂടുതൽ ഉള്ളത്. അവിടെ കൊണ്ട് മുസ്ലിമിനെയാണ് നിർത്തിയിരിക്കുന്നത്. ഏതാണ്ട് കൊച്ചി മുഴുവൻ അവരുടെ കയ്യിൽ നിന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലേക്കാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഉയർന്നു വരും സ്വാഭാവികമായിട്ടും. അപ്പൊ അതുകൊണ്ടായിരിക്കാം അവരത് മിണ്ടാതിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ വരവോടുകൂടി തന്നെ ആ ഇലക്ഷന്റെ ഈ പാലക്കാടായാലും തൃശ്ശൂരായാലും ഒക്കെ ആ ഇലക്ഷൻ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. ഏതായാലും പിന്നീട് അദ്ദേഹം വരുന്നത് ഏപ്രിൽ 4-ന്. ആ ഏപ്രിൽ 4 എന്ന് പറയുമ്പോൾ ഇലക്ഷന് 5 ദിവസം മുമ്പാണ് അദ്ദേഹം എത്തുന്നത്. അതും വലിയൊരു അനക്കം, ഒരു ഓളം ഉണ്ടാക്കും. ഇതിനിടയിൽ തന്നെ ശ്രീ അമിത്ഷാ വരുന്നുണ്ട്, രാജ്നാഥ് സിംഗ് വരുന്നുണ്ട്, BJPയുടെ പുതിയ പ്രസിഡന്റ് വരുന്നുണ്ട്. അങ്ങനെ ഒരു പട ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇതെല്ലാം പ്രവർത്തകർക്ക് വലിയ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് മാത്രമല്ല ധനുഷ്, ഇവിടുത്തെ ചെറിയ മണ്ഡലങ്ങളിൽ പോലും അവരുടെ കേന്ദ്രമന്ത്രിമാരും മുൻ കേന്ദ്രമന്ത്രിമാരും MLA-മാര്, 1 ഡസൻ MLA-മാര്, ഞാൻ പറയില്ല, അമ്പലപ്പുഴയില് വന്നിരിക്കുന്ന മുൻ മഹാരാഷ്ട്രയിലുള്ള മുൻ കേന്ദ്രമന്ത്രിയാ അദ്ദേഹം. അവർ വന്നിട്ടുണ്ട്. അവരുടെ കൂടെ 1 ഡസൻ MLA-മാരാ വന്നിരിക്കുന്നത്. അവരെല്ലാം ബൂത്തുകളിലും മറ്റും പ്രവർത്തിക്കുകയാണ്. അങ്ങനെ എല്ലായിടത്തും ഇറങ്ങി സർവ്വസജ്ജമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു BJP-ആണ് കാണാൻ. അത് പഴുതടച്ചാ പോകുന്നത്. രാവിലെ 7 മണിക്ക് പ്രചരണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 7 മണിയാകുമ്പോൾ എല്ലാവരും റെഡിയാകുന്നു. രാത്രി വരെ അവർ പ്രചരണത്തിന് പോകുന്നു. ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഓളം ചെറുതല്ല, വളരെ വലുതാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് രാവിലെ ഓഫീസിലോട്ട് വരുന്ന വഴിക്ക് ഞാനൊരു സഖാവിനെ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്, നിലയൊക്കെ ആകപ്പാടെ പരിങ്ങലിലാണല്ലോ. അത് പരിങ്ങലിലാണ്. അപ്പൊ പുള്ളിക്കാരൻ പറയണം എൻ്റെ അടുത്ത്, ഞങ്ങള് ഡീലുണ്ട് കേട്ടോ BJP ആയിട്ട്. പുള്ളി പറയുക, ചെറിയ മനുഷ്യനല്ല, വലിയ ഡീലുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം കുറെ നാട്ട് കേൾക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് കിട്ടും, നിങ്ങൾക്കും കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ്. കാരണം ഈ ഡീൽ എന്ന് പറയുമ്പോൾ ഇവന്മാരെ നമ്പിക്കൊണ്ട് ഡീലിന് പോയി പണി ഒരുപാട് കിട്ടിയിട്ടുണ്ട് പലർക്കും. അവസാനം ഉള്ള അക്കൗണ്ടിലൂടെ പൂട്ടിപ്പോണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഈ ഡീലും വെച്ചോണ്ടിരുന്നിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. വളരെ താന്നു വെച്ചാൽ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, വളരെ വളരെ എളിമയുടെ ഒരു ആൾരൂപമായി അദ്ദേഹം മാറി. രണ്ടാമത്തെ കാര്യം, മാനസികമായി തകർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഒരു കോൺഫിഡൻസ് കുറവ് നന്നായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനുള്ള ആകെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ് വരത്തില്ല എന്ന് പുള്ളി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പുള്ളി പറയുന്നത് UDF വരത്തില്ല. പുള്ളി പറയുന്നുണ്ട് ഇവർക്കൊരു ഈസി വാക്ക് ഓവർ കിട്ടത്തില്ല, പക്ഷെ UDF വരത്തില്ല. അതിനൊക്കെ ഉള്ള പരിപാടി ഞങ്ങൾ ഒപ്പിച്ചു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്തായിരിക്കും അതിന് കാരണം? അത് ഞങ്ങൾക്ക് ചില ഡീലുകളൊക്കെ ഉണ്ടെന്ന്. എന്തോ നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച്. പുള്ളി തമാശയായിട്ടാണോ സീരിയസ് ആയിട്ടാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ. ഇപ്രാവശ്യം ഈ ഷോണിന്റെ ഒരു വിജയം ഉണ്ടാകുമെന്ന് അവിടുത്തുകാർ തന്നെ പറയുന്നു. ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട് കേട്ടോ. അതിന് കണക്ക് കറക്റ്റാണ്. കാരണം പൂഞ്ഞാറിന്റെ പഴയ പൂഞ്ഞാറ് അതിന്റെ കുറച്ചധികം ഭാഗങ്ങൾ, 3-4 പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തുകൾ പാലയിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അത് പോകുന്നത്. അതെല്ലാം ഷോണിന്റെ ആളുകളാണ്, PC-യുടെ ആൾക്കാരാണത്. അപ്പൊ വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പൊ ഒരുപക്ഷെ ഷോൺ ജയിച്ചു പോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം അതുപോലത്തെ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. എതിരാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ഫീൽഡിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റിടത്താണ് PC തകർക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അറിയാൻ മേലാത്ത വഴികളും വീട്ടുകാരും ഒന്നും പൂഞ്ഞാറിലില്ല എന്നുള്ളതുകൊണ്ട് അതേ രീതിയിലുള്ളൊരു തേരോട്ടമാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം ആ കോട്ടയം ജില്ലയിലെ വൈക്കമാണ്. വൈക്കത്ത് പഴയ MLA അജിത്താണല്ലോ വന്നിരിക്കുന്നത്. എന്താണ് വൈക്കത്ത് സംഭവിക്കാനുള്ളത്? കാരണം വൈക്കത്ത് BJPക്ക് അത്യാവശ്യം വോട്ടുള്ള ഒരു സ്ഥലമാണ്. ആ വോട്ട് ഏത് രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇടതുപക്ഷത്തിന് ശക്തിയുള്ള ഒരു ഇടം കൂടിയാണ് വൈക്കം. ഇടതുപക്ഷ കോട്ടകളിൽ ഒരു ചോർച്ച ഉണ്ടായാൽ സ്വാഭാവികമായി വൈക്കത്ത് അത്ഭുതങ്ങൾ വിരിയുക തന്നെ ചെയ്യും.